ഹായ് ഗൈസ്, നിങ്ങൾ എല്ലാവരും സങ്ങളെ ചാറ്റ IPL കടന്നുവയ്ക്കുമല്ലോ എന്ന് ഞാൻ അറിയിക്കുന്നത് മാച്ച് നമ്പർ 53 KKR വേഴ്സസ് RR ലൈവ് ഫ്രം ഈഡൻ ഗാർഡൻസ്. എങ്ങനെയാണ് മത്സരത്തിൻ്റെ ഒരു രീതി എന്ന് പറയുമ്പോൾ മഴയ്ക്ക് സാധ്യതയില്ലാത്ത ഒരു മത്സരമാണിത്. 30 ഡിഗ്രിയിലാണ് അതിൻ്റെ ഇതെന്ന് പറയുന്നത്, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വൈകുന്നേരത്തെ മത്സരത്തിൽ. പക്ഷേ വിജയമാർക്കൊപ്പമായിരിക്കുമെന്ന് ചോദിച്ചാൽ അറിയില്ല. ബാറ്റിംഗ് ഫ്രണ്ട്ലി വിക്കറ്റ് ആയതിനാൽ ടോസ് നേടുന്ന ടീം സംശയമില്ലാത്ത രീതിയിൽ തന്നെ ബാറ്റിംഗ് തിരഞ്ഞെടുക്കും. രാജസ്ഥാൻ റോയൽസിൻ്റെ ഒരിക്കൽ കൂടി നമുക്ക് ആ കണ്ണുകൾ വൈഭവ് സൂര്യവംശിയിലേക്ക് നോക്കേണ്ടിയിരിക്കുന്നു. അവൻ തന്നെയാണോ ഇവിടെയും ഇന്നിങ്സ് കളിച്ച് രാജസ്ഥാനെ ഈ ചെറിയ രീതിയിൽ ഒന്നും കൂടി ഉയർത്തിക്കെത്തുന്നത് എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യം നിൽക്കുന്നുണ്ട്. പക്ഷേ സഞ്ജു സാംസണെ ചിലപ്പോൾ ടീമിൽ ഫിറ്റാണെങ്കിൽ ഇമ്പാക്ട് പ്ലെയറാക്കി ഇറക്കിയേക്കും. അതുപോലെ റിയാൻ പരാഗ് ചിലപ്പോൾ ക്യാപ്റ്റൻ ആയിരിക്കും. അറിയില്ല എങ്ങനെയാണ് മത്സരം കണ്ടിന്യൂ ആകുകയെന്ന്. പക്ഷേ രാജസ്ഥാൻ റോയൽസ് ഉജ്ജ്വല മത്സരത്തിന് ഇറങ്ങുമ്പോൾ നൈറ്റ് റൈഡേഴ്സും അതിനായി ഒരു വിജയത്തിനായി ഇറങ്ങുന്നത് അവരുടെ ടോപ്പ് 4 സാധ്യതകൾ നിലനിർത്താൻ. തോറ്റാൽ 2 പേർക്കും ടോപ്പ് 4 നിന്ന് പോകേണ്ടി വരും. തോറ്റാൽ രാജസ്ഥാനും എലിമിറ്റഡായി. തോറ്റാൽ KKRന്റെ ടോപ്പ് 4 സാധ്യതകൾ കുറയും. ജയിച്ചാലാണ് ഗുണം. സഞ്ജു സാംസന്റെ ഇഞ്ചുറി കഴിഞ്ഞ് അദ്ദേഹം ഫിറ്റാണെന്ന സംശയമാണ്. ഞാൻ പറഞ്ഞ പോലെ ഫിറ്റാണെങ്കിൽ ഇമ്പാക്ട് പ്ലെയർ ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം കളിക്കുകയില്ല. അജിങ്ക്യ രഹാനെയുടെ ഇഞ്ചുറിക്ക് ഇപ്പോൾ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അദ്ദേഹം ഫിറ്റായതുണ്ട്, അദ്ദേഹത്തെ ടീമിലിറക്കും. ക്യാപ്റ്റനെ അദ്ദേഹം നയിക്കും. ഡൽഹിക്കെതിരെ നൈറ്റ് റൈഡേഴ്സ് വിജയിച്ചപ്പോൾ സുനിൽ നരേന്റെ ക്യാപ്റ്റൻസിയിലായിരുന്നു കുറച്ച് ആ ടീമിൻ്റെ വിജയം മികവിലെത്തിയത്. പക്ഷേ ഇന്നിതാ വീണ്ടും എത്തുന്നു നൈറ്റ് റൈഡേഴ്സ് അടുത്ത വിജയത്തിനായി പ്ലേ ഓഫ് സാധ്യത നടത്താൻ. പക്ഷേ ഇന്ന് ഈ മത്സരം ഒരു ത്രില്ലറായി ആവേണ്ടതാണ്. നില കണ്ട പോലെ തന്നെയായിരിക്കും. CSK ഇന്നലെ 2 റൺ തോറ്റു. അതും അവർക്ക് വിഷമകരമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, പ്ലേ ഓഫിൽ നിന്ന് ടീമായി പോയി. അതുകൊണ്ട് ഇനി ഒന്നും ചെയ്യാനില്ല. പക്ഷേ ഇനി വരുന്നത് ഒരു ഉജ്ജ്വല മത്സരം തന്നെയാണ്. ഈഡൻ ഗാർഡൻസിൽ അജിങ്ക്യ രഹാനെയും സംഘവും വിജയത്തിനായി ഇറങ്ങുമ്പോൾ റിയാൻ പരാഗ് അവരെ തടയിടുമോ എന്ന് ചോദിച്ചാൽ ചോദ്യത്തിന് ഉത്തരമില്ല. പക്ഷേ രാജസ്ഥാൻ റോയൽസ് വൈഭവ് സൂര്യവംശിയിൽ കണ്ണുണ്ടെങ്കിലും അവനെ കൊണ്ട് എപ്പോഴും ഇന്നിങ്സ് കളിക്കണമെന്നില്ല. ഇന്ന് അവൻ കളിച്ചാൽ അടുത്ത കളിയിലും അവനങ്ങനെ ആവുന്ന സാധിക്കാൻ പറയില്ല. പക്ഷേ ഇതിൽ ഒരു പ്രഡിക്റ്റഡ് പ്ലേയിലേക്ക് ഞാൻ എത്തുന്നുണ്ട്. അതിനുമുമ്പ് ഞാൻ ഒരു പ്രഡിക്റ്റഡ് വിന്നേഴ്സ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. രാജസ്ഥാൻ റോയൽസിൻ്റെ ഫോം ഇപ്പോൾ മോശമായതുകൊണ്ട് 100% കൊൽക്കട്ടയ്ക്കായിരിക്കും ഇവിടെ വിജയം എന്ന് തോന്നുന്നു. പക്ഷേ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ സഞ്ജു സാംസൺ ടീമിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ അതവർക്ക് ഗുണം ചെയ്യും. പക്ഷേ അതിലാവുമോ എന്ന് ചോദിച്ചാൽ ഫിറ്റ് അല്ലായിരിക്കാം അദ്ദേഹം എന്ന് തോന്നുന്നു. ആണെങ്കിൽ അദ്ദേഹം ടീമിലെത്തും. പക്ഷേ ഈ നടക്കുന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ഭയങ്ങളിലേക്ക് ഞാൻ വരികയാണ്. അതിൽ അജിങ്ക്യ രഹാനെയും സുനിൽ നരേനും കുണ്ടൻ ഡിക്കോക്കും രമണ ഗുർബാസും ആയിരിക്കും ഓപ്പൺ. കുണ്ടൻ ഡിക്കോക്കോ രമണ ഗുർബാസോ, അല്ലെങ്കിൽ സുനിൽ നരേനും കുണ്ടൻ ഡിക്കോക്കും ആയിരിക്കാം, അല്ലെങ്കിൽ സുനിൽ നരേനും രമണ ഗുർബാസും. അജിങ്ക്യ രഹാനെയും അങ്കുഷ് രഘുവംശിയെ പോലെ ഇമ്പാക്റ്റ് ആയിരിക്കും. അതിനുശേഷം റിങ്കു സിംഗും രമൺദീപ് സിംഗും വെങ്കടേഷ് അയ്യരും ആൻഡ്രൂ റസലും ഉമ്മാൻ പവലും ഹർഷിത് റാണിയും വരുൺ ചക്രവർത്തിയും വൈഭവ് ഇമ്പാക്റ്റുമായിരിക്കും. രാജസ്ഥാൻ റോയൽസിൻ്റെ ടീമിൻ്റെ പ്ലേയിങ്ങിലേക്ക് ഞാൻ എത്തുന്നുണ്ട്. പക്ഷേ സഞ്ജു സാംസനെ പറ്റി ഒന്ന് നോക്കിയിട്ട് കാണാം. അദ്ദേഹം നല്ല ഫോമിൽ കളിച്ച് നീങ്ങുമ്പോൾ ടീമിൻ്റെ ഈ മത്സരങ്ങൾ തോറ്റ് കളിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് വിഷമമുണ്ടായിരിക്കും. പക്ഷേ നമുക്കൊന്നും ചെയ്യാനാവില്ല, അവർ എലിമിറ്റഡ് ആയി കഴിഞ്ഞു. പക്ഷേ ഫാൻസ് വിഷമിക്കേണ്ട ആവശ്യമില്ല. സഞ്ജു സാംസൺ ചിലപ്പോൾ ഒരു ഉജ്ജ്വല മത്സരം തന്നെ കാഴ്ചവെച്ചേക്കും ഇന്ന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് രാജസ്ഥാൻ റോയൽസിൻ്റെ ഒരു പ്രഡിക്റ്റഡ് പ്ലേയിങ്ങിലേക്ക് ഞാൻ താത്തുകയാണ്. യശസ്വി ജയ്സ്വാൾ, വൈഭവ് സൂര്യവംശി, നിതീഷ് റാണ, റിയാൻ പരാഗ്, ഷിമറോൺ ഹെറ്റ്മേർ, ധ്രുവചൂരൽ, ജോഫ്ര ആർച്ചറും, അൻഡു അസ്ലംഗിയും,
മഹേഷ് ദീക്ഷാനി, ആകാശ് മത്തോളം ആയിരിക്കും. ആർക്കായിരിക്കും വിജയം എന്ന് ചോദിച്ചാൽ അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, കൊൽക്കട്ടയ്ക്ക് തന്നെയാണ് സാധ്യത കൂടുതലും. അവരായിരിക്കും വിജയിക്കുന്നത് ഈ മത്സരത്തിൽ. എന്തായാലും ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്ന ടീം നല്ല ഒരു ഹൈ സ്കോർ ചെയ്യുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് അവർക്കായിരിക്കും ഇത്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.